അങ്ങനെ ഫൈനലി നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിന് ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ കിട്ടിയേക്കുവാണ്. സ്നേഹത്തോടെ അതിനൊന്ന് ചെന്ന് തലോടിപ്പോഴേക്കും എനിക്ക് നല്ല പണി കിട്ടിയിട്ടോ. കയ്യിലൊക്കെ നിറയെ മുള്ളു കുത്തിക്കൊണ്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, ആ പോട്ട് കണ്ടാലറിയാം ഭയങ്കര ഡ്രൈ ആണ്. അതിനകത്ത് യാതൊരുവിധ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. മൊത്തത്തിൽ ആകെ ശോചനീയാവസ്ഥയാണ്. എന്തായാലും റീപ്പോർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. പിന്നെ ഇതാ താഴെയുള്ള നമ്മൾ ഒട്ടും യൂസ് ചെയ്യാത്തൊരു ബാത്റൂമിലോട്ട് ഇതിന് വേരുകൾ മൊത്തം പടർന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇവനെ ഇവിടെ വളരാൻ അനുവദിച്ചു വിടാന്ന്. അങ്ങനെ ഞാൻ എന്താ ഇതിനെ പൊക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നിറയെ എൻ്റെ കൈമ പരിക്കൊക്കെ പറ്റുന്നുണ്ട്. ഈ സംഭവം കുറച്ച് ഡേഞ്ചറസ് ആണ്. മണ്ണിലോട്ടാണ് മാറ്റി നടാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ എനർജി ബൂസ്റ്ററായിട്ട് ചായയും കുടിച്ചതേ മൺവെട്ടി എടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ലോണം മണ്ണ് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നേരെ അതിനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ അതിനകത്ത് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇത് പിടിച്ചിട്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഇതിന് വളം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ വീഡിയോ ഒക്കെ ഓഫായി പോയിട്ട് നമ്മൾ ഈ കെട്ടി വെച്ചതിൻ്റെ ഒന്നും ക്ലിപ്സ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മളിതിനെ ടെറസിൻ്റെ മേളിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് ഇതാ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രാഗൺ പ്ലാന്റ് നടുന്ന ശരിയായ രീതി ഇങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് അറിയാമെങ്കിലും താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പാക്കി വെച്ചേക്കണത് കേട്ടോ.